ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കിലാണ്. അപ്പോൾ കങ്കുവിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു റിയാക്ഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ട്രെയിലറിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇത് ഒരു ബ്രഹ്മാണ്ഡ സിനിമ തന്നെയാണ്. സൂര്യൻ്റെ ഒരു ഡബിൾ റോളിലാണ് വരുന്നതെന്ന് പറയുന്നത്. പിന്നെ വില്ലനായിട്ട് പേബിറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലൈമാക്സിൽ നമ്മൾ ഒരു സർപ്രൈസ് ഒരാൾ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കാർത്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ മുതലേ ആയിട്ടും ഫ്ലൈറ്റിലൊക്കെ നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ സീനൊക്കെ ഉണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഡയറക്റ്റ് കണ്ടുനോക്കാം. ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ട്. സൂര്യ சொல்றதுக்குள்ள கங்கு அங்க வரணும். സർപ്രൈസ് ട്രെയിലറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അടിപൊളിയാണ്. വിഷ്വലാണെങ്കിലും അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് പഴയ കാലങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ 2 കാലം പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ പ്രസൻറ്റും നമ്മുടെ പാസ്റ്റ് കഴിഞ്ഞു പോയതും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് പറയുന്നത്. ഇപ്പോൾ പഴയ കാലം മാത്രമാണ്. ഇതിൽ നമ്മുടെ സൂര്യൻ വില്ലനായിട്ടാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിൽ നായകനായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് കേട്ടോ. ഒരു ട്രൈബലിൻ്റെ ഒരു ഹീറോ ആയിട്ട്. അതേപോലെ ഈ നമ്മുടെ ബോബി ഡിയോളാണെങ്കിൽ ഒരു വില്ലൻ വേഷത്തിൽ പിന്നെ എല്ലാവരും കൊല്ലാൻ വരുന്ന ആൾക്കാർ, അതിൻ്റെ ഇടയിൽ കുറച്ച് ഇംഗ്ലീഷുകാർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന, അവിടുത്തെ നാട്ടുകാരെ രക്ഷിക്കുന്ന ഒരാളായിട്ടാണ് നമുക്കിതിൽ കാണാൻ സാധിച്ചത്. ബാക്കി ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നാലേ അറിയുള്ളൂ കേട്ടോ. അതിൽ സെക്കൻഡ് ട്രെയിലർ ഒന്നുണ്ട്, അതിൽ വന്നാലും നമുക്കറിയാം. പിന്നെ അതേപോലെ സിനിമ റിലീസ് ഒക്ടോബർ 10-നാണ്. 5 ലാംഗ്വേജിലൊക്കെ ഉണ്ട്. ആ സമയത്ത് നമുക്കറിയാൻ പറ്റുള്ളൂ സംഭവം എന്താണെന്നുള്ളത്. പഴയ കാലം മാത്രമേ കാണിക്കുന്നുള്ളത്, രണ്ടുപേരുടെ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അതിൽ എടുത്തു വെച്ചിരിക്കുന്ന മേക്കിംഗ് ആണെങ്കിലും വിഷ്വലാണെങ്കിലും ഒക്കെ കിടുവായിട്ടുണ്ട്. സംഭവം ഉഷാറായിട്ടുണ്ട് കേട്ടോ. സൂര്യൻ്റെ ഇതിൽ വന്നിരുന്ന സിനിമയിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള മേക്കിങ്ങും വിഷ്വൽ ക്വാളിറ്റിയും എല്ലാം ഉള്ള പടം തന്നെയാണ്. ആഫ്റ്റർ ഏഴാം മറിവിന് ശേഷം ഫസ്റ്റ് നല്ല മേക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനേക്കാൾ ബെറ്ററായിട്ട് ഇതിൽ തോന്നിക്കുന്നുണ്ട്. നല്ല ബഡ്ജറ്റുള്ള പടമാണ്. പിന്നെ നായികയായിട്ട് ദിശ പത്താനി ഉണ്ട്. പിന്നെ ക്ലൈമാക്സിൽ ആരെ വരുന്നതെന്ന് അറിയില്ല. മിക്കവാറും ഇത് കാർത്തിയായിരിക്കും. സ്പെഷ്യലായിട്ട് അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.